Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഷവോമിയുടെ ഏറ്റവും പുതിയ മോഡലായ റെഡ്മി K20 Pro. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. ഗൈസ്, നല്ല അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബോക്സും ഷവോമി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്കിവിടെ കാണാം എല്ലാ ഷവോമി മോഡലുകൾക്കും ഉള്ളതുപോലെ തന്നെ ഒരു ചെറിയ ബോക്സാണ് ഈ ഒരു വലിയ ബോക്സിനകത്ത് ആദ്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ടാണ് സിം ഇജക്റ്റിംഗ് ടൂൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവായ കളറിൽ തന്നെയാണ് ഈ ബോക്സും കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്, അതായത് ഈ ഒരു ചെറിയ ബോക്സിനകത്ത് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ കവറും അതുപോലെ തന്നെ വാറണ്ടി കാർഡും കാര്യങ്ങളുമൊക്കെയാണ്. ഗൈസ്, ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന കവർ മാറ്റ് കവറാണ്. നിങ്ങൾക്കിവിടെ കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഷവോമി ഒരു കവറും നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ റെഡ്മി എന്ന ബ്രാൻഡിങ്ങും പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ചാർജർ നമുക്കൊന്ന് പരിശോധിക്കാം. ഗൈസ്, ചാർജറിൻ്റെ അടി ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, നല്ല ഒരു പവർഫുൾ ചാർജർ തന്നെയാണെന്ന് തോന്നുന്നു. 5 വോൾട്ട് 3 ആംപിയർ ചാർജറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ചാർജറാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ തന്നെ ചാർജ് പെട്ടെന്ന് കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു USB കേബിളുമുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ K20 Pro അഥവാ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ 9T എന്ന മോഡൽ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ഗൈസ്, ഫുൾ വ്യൂ ഡിസ്പ്ലേയിൽ നല്ല എന്താ പറയുക, ഫുൾ വ്യൂ ഡിസ്പ്ലേയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണിത്. ബെസൽസൊക്കെ തീരെ കുറവാണ്. താഴെ ഭാഗത്ത് നോക്കിയാൽ സ്പീക്കറും കാര്യങ്ങളുമൊക്കെ സാധാരണ എല്ലാ മോഡലുകൾക്കും കൊടുക്കുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട്. ഗൈസ്, നല്ല ഒരു മോഡൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോൺ തന്നെയാണിത്. ഈ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.39 ഇഞ്ചസ് ആണ് ഗൈസ്. വലിയൊരു ഫോൺ തന്നെയാണ് എന്തായാലും ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി റെസൊല്യൂഷൻ വരുന്നത് 1080x2340 പിക്സലാണ് ഗൈസ്. പിന്നെ ഇതിൽ എനിക്ക് വ്യത്യസ്തമായി തോന്നിയിട്ടുള്ള ഒന്ന് ഇതിൻ്റെ ബാക്ക് ഡിസൈനാണ് ഗൈസ്. ഇതുവരെ ഒരു ഫോണും പുറത്ത് കൊണ്ടുവരാത്ത ഒരു പ്രത്യേകതരം ഡിസൈനാണ് ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റെഡും ബ്ലാക്കും കൂടി ഷെയ്ഡ് കലർന്ന ഗ്ലാസ് ഫിനിഷിൽ നല്ല അടിപൊളിയായിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ അതിമനോഹരമായി തോന്നുന്ന രീതിയിലുള്ള ഒരു നല്ല ഡിസൈനാണ് ഇവർ ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമറയുടെ പൊസിഷൻസ് ആണെങ്കിലും താഴെ വരുന്ന 3 ക്യാമറകൾ അതും ഒരു പ്രത്യേക രീതിയിലാണ്. ഏറ്റവും താഴെ ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഒരു രീതിയിൽ തന്നെ ഈ ഫോണിന് ഇണങ്ങിയ രീതിയിൽ തന്നെയാണ് ഷവോമി എന്ന ഈ ഒരു ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൽ റെഡ്മി എന്ന ബ്രാൻഡിങ്ങും ഇവിടെ താഴെയായി വരുന്നത് കാണാം. ഓക്കെ, നല്ലൊരു ഡിസൈൻ തന്നെയാണ് എന്തായാലും നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്തായി, അതുപോലെ തന്നെ മുകളിലാണ് ഇതിൻ്റെ ഇയർഫോൺ ജാക്ക് വരുന്നത്. തൊട്ടിപ്പുറത്തായി നിങ്ങൾക്ക് പോപ്പപ്പ് ക്യാമറയുടെ ഒരു ഇത് കാണാം. ഓക്കെ, സൈഡിൽ ബട്ടൺസ് ഒക്കെ വരുന്നുണ്ട്. താഴെ ഭാഗത്തായാണ് സ്പീക്കർ, ചാർജിംഗ് പോർട്ട്, അതുപോലെ തന്നെ സിം പോർട്ട് എന്നിവ ഷവോമി നൽകിയിരിക്കുന്നത്. പൊതുവെ വശങ്ങളിലാണ് ഇതുവരെ ഏകദേശം എല്ലാ മോഡലും ഷവോമി സിം പോർട്ട് നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു മോഡലിൽ താഴെ ഭാഗത്തായാണ് സിം പോർട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, വളരെ ഫാസ്റ്റായി തന്നെയാണ് ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെയും പ്രവർത്തനം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനൊന്ന് ഇതിൽ വിരൽ വയ്ക്കുന്ന സ്പോട്ടിൽ തന്നെ അത് ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലെ ഫേസ് ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, പോപ്പപ്പ് ക്യാമറയാണ് ഇതിന് വരുന്നത്. എങ്കിലും നിങ്ങൾക്ക് കാണാം, ലോക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് ഒന്ന് സ്ക്രീൻ ഓൺ ചെയ്യുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ പോപ്പപ്പ് ക്യാമറയും ഓപ്പൺ ആയി വരുന്നുണ്ട്. ഫേസ് ലോക്ക് വളരെ ഫാസ്റ്റായി തന്നെ വർക്കാവുന്നുണ്ട്. ഇതിന് പോപ്പപ്പ് ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നാം ചിലപ്പോൾ ലോക്ക് എടുക്കാൻ താമസം വരും എന്നൊക്കെ. അതിൻ്റെ അങ്ങനെയൊന്നും യാതൊരു പ്രശ്നവുമില്ല. പെട്ടെന്ന് തന്നെ ലോക്ക് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 കളേഴ്സിലാണ്. കാർബൺ ബ്ലാക്ക്, ഫ്ലെയിം റെഡ്, അതുപോലെ തന്നെ ഗ്ലേസിയർ ബ്ലൂ. ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആൻഡ്രോയിഡ് പൈ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ MIUI വേർഷൻ 10.3.8 ആണ്. ഓക്കെ, അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ എന്തായാലും ലഭിക്കും. ഇത് 256 GB വേർഷനാണ്. നിങ്ങൾക്കിവിടെ കാണാം 240 GB ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗണ്ട് ക്വാളിറ്റി. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോണിൽ അവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഭാഗമായ എല്ലാവർക്കും
അറിയേണ്ട കാര്യമായ ക്യാമറ സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിൽ കുറേയധികം ഓപ്ഷൻസൊക്കെ നൽകിയിട്ടുണ്ട്. അതായത് സാധാരണ എല്ലാ ഷവോമിയുടെ ഫോണിലും ഉള്ളതുപോലെ തന്നെ HDR മോഡ്, AI മോഡ് അങ്ങനെയുള്ള പല ഓപ്ഷൻസും മേലെ കാണാം. പോപ്പപ്പ് ക്യാമറയിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു ലൈറ്റും അതിന് വശങ്ങളിലായി ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാ ഒരു ചെറിയൊരു ലൈറ്റ് അവിടെ മിന്നുന്നുണ്ട്. ഓക്കെ, വളരെ ഫാസ്റ്റായി തന്നെ പോപ്പപ്പ് ക്യാമറ വർക്ക് ചെയ്യുന്നുമുണ്ട്. 20 മെഗാ പിക്സലിൻ്റെതാണ് ഫ്രണ്ട് ക്യാമറ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ റിയർ ക്യാമറയിലെ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ, ഫോട്ടോ 48 മെഗാ പിക്സലിനായി സെപ്പറേറ്റ് മോഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം പനോരമ, പ്രോ മോഡ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ നൽകിയിട്ടുണ്ട്. ഇനി ക്യാമറയുടെ സെറ്റിങ്സ് നോക്കിയാലും നിങ്ങൾക്ക് കാണാം സാധാരണ ഷവോമിയുടെ പഴയ മോഡലുകളിൽ ഉള്ളതുപോലെ തന്നെയുള്ള സെറ്റിങ്സ് ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിലെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. റിയർ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ക്യാമറയെ നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയുവാൻ സാധിക്കില്ല. കാരണം അത്ര പെർഫെക്റ്റായി തന്നെ ഇതിലെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. 48 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 13 മെഗാ പിക്സലിൻ്റെ ലെൻസ്, അങ്ങനെ 3 ക്യാമറയാണ് പിന്നിലായി വരുന്നത്. പിന്നെ ഇതിലെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഗൈസ് 4000 mAh ഒരു പവർഫുൾ ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. നിങ്ങൾ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 855 ആണ് എന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഫോണിൻ്റെ പ്രൈസ് ടാഗ്. ഏകദേശം 25,000-നും 30,000-നും ഇടയിലായിരിക്കും വില ഉണ്ടാവുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു വെക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.